ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഫയൽ സെലക്ഷൻ വീഡിയോ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് മെസ്സേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. രണ്ട് കാർഡ്സാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. നിങ്ങൾക്ക് ഏത് നമ്പേഴ്സാണോ ചൂസ് ചെയ്യാനായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റീഡിംഗ് തുടർന്ന് കാണുക. കാർഡ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ വരുന്നത് എന്നുള്ളത് അത് മാക്സിമം പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജസ് ആണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ആൻസർ എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് ഇവിടെ തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും സെപ്പറേറ്റഡ് ആണെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ വ്യക്തി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അസൂയയോടുകൂടി തന്നെ നിങ്ങൾ നോക്കുന്നുണ്ട്. അതായത് അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്തിരുന്നു, അവരെ ഒരുപാട് അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ അലഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കെയറിങ് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായില്ല. അതുപോലൊരു കമ്മിറ്റ്മെൻറ്റോ പ്രണയമോ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊന്നും ഈ വ്യക്തി പ്രസൻറ്റ് ചെയ്തിട്ടില്ല നിങ്ങളോട് എന്നാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ സെപ്പറേഷനിലേക്ക് പോയ വ്യക്തികളുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ കുറച്ച് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലേക്കോ നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റഡീസിലേക്കോ ഒക്കെ ഫോക്കസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ മാറ്റം ഈ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. അവർക്കൊരു ചിന്തയുള്ളത് നിങ്ങൾ അവരെ വിട്ട് പോവുകയാണോ, നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളിൽ ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അസൂയയോടുകൂടി തന്നെ നോക്കി കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും മറ്റ് വ്യക്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് വ്യക്തമാക്കി തരുന്നത്. ഇനി നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹം ആ ഒരു വ്യക്തതയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതൊരു പ്രണയത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു പ്രണയം ആ ഒരു തീവ്രതയോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഏതൊരു സാഹചര്യത്തെയും ഓവർകം ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻസ് എപ്പോഴും നിങ്ങൾക്ക് റൈറ്റ് ആണ്. നിങ്ങൾ ആ ഒരു പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്ന സമയം വരെയും നിങ്ങൾ ഒരു ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് യൂണിവേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരെന്തോ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവും. 21 ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഫലം തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്തരം മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ചേസിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ്. അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും ചേസ് ചെയ്യാതിരിക്കുക, ഫോളോ ചെയ്യാതിരിക്കുക. അവരുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക.
തീർത്തും അവരെക്കുറിച്ചുള്ള ചിന്തകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളിൽ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി വന്നു ചേരുന്നൊരു സമയമാണ്. നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ എടുത്തിരിക്കുന്ന ആക്ഷൻസ് കറക്റ്റ് ആണെന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതായിരുന്നത്. യെസ്, ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്. നിങ്ങൾ മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സാഹചര്യങ്ങൾ ഒരുപാട് തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർ ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയാണ്. നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സിലാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകുന്ന ഒന്നല്ല. ഓക്കെ, കോൺസ്റ്റൻ്റായിട്ട് ഒരു കാര്യങ്ങളും ലൈഫിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കടന്നു പോകും എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിസ്ഡം ടാരോട്ട് മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യൂണിവേഴ്സ് ഫോർ യു. ഓക്കെ, ഓക്കെ, an amazing opportunity. Be bold, courageous, and optimistic. Now is the time to take action. Do what you are പാഷനേറ്റ് അബൌട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബോൾഡായിട്ടിരിക്കാൻ ശ്രമിക്കുക, കറേജിയസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പോസിറ്റിവിറ്റിയോടുകൂടി തന്നെ നോക്കി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ ഉള്ള ഒരു സമയമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് വ്യക്തമാക്കി തരുന്നത്. നിങ്ങളുടെ കൈകളിലെ ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഫയർ എനർജിയൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അത്രയും വലിയ മിറാക്കിൾസ് കൊണ്ടുവരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ്. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പാഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ചില മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്കുള്ള ചിന്തകളിലാണ് നിങ്ങളുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജിയിലാണ് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ ഓക്കെ, നെക്സ്റ്റ് കാർഡും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അവേക്കനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ടെമ്പററി പാസ് ഫോർ റിഫ്ലക്ഷൻ ആൻഡ് ഇൻസൈറ്റ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അവേക്കനിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പുതിയ ലൈറ്റ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ എന്താണ് കുറേ ഇരുട്ടിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ച് പോയിട്ടുള്ളത്. ഓക്കെ, അവിടെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒന്നിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി പോലെ ഒരു ലൈറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള പാത്ത് ഒരു വെളിച്ചം നിങ്ങളിൽ വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യുണീക്കായിട്ടുള്ള പേഴ്സണായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തോ ഒരു ചേഞ്ച് നിങ്ങളിൽ വന്നിരിക്കുന്നു. അതെങ്കിലും ഒരു സ്പിരിച്വൽ ചേഞ്ച് ആയിരിക്കാം. വാട്ട് എവർ മേ ബി എന്തോ ഒരു ചേഞ്ച് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തരും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ളവർക്കുള്ള അറിവുകൾ. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 2
ചൂസ് ചെയ്തിരിക്കുന്നത് വിക്ടറി കാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ആയിരിക്കാം. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആങ്ഷ്യസ് ആണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ബാക്കി കാർഡ്സ് നമുക്ക് എടുത്തു വെച്ചതിന് ശേഷം നോക്കാം. കാർഡ് നമ്പർ 2, ഗൈഡൻസ് മെസ്സേജ് ഫ്രം യൂണിവേഴ്സ്. Card number 2, guidance message from universe. Card number 2. Okay, Angel of Strength ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ഒപ്പോസിങ് ആയിട്ടുള്ള എനർജീസ് ഉള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നാണ് കാണാൻ കഴിയുന്നത്. യൂണിവേഴ്സ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു പോയൊരു വാതിൽ ാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത്തിൽ ഒരു തടസ്സം വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് മറ്റൊരു പാത്ത് ഓപ്പൺ ആവുന്നുണ്ട്, മറ്റൊരു ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരു പാത്തിലൂടെ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും ഒരുപാട് നെഗറ്റിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റിവിറ്റിയിലോട്ട് കടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് എൻഡായിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ പാത്താണ്. ചോയ്സ് ഓഫ് യുവർ സ്പിരിച്വൽ പാത്ത്, അതിലാണ് നിങ്ങൾക്ക് അത്രയും ഒരു ചേഞ്ച് കാണാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഈ ഒരു സമയത്ത് ആ ഒരു പാത്തിലോട്ട് കടന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. മേ ബി ആ ഒരു സ്ട്രഗിൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്നൊരു സമയമായിരിക്കാം. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തിൽ യാതൊരു കുറവും വന്നിട്ടുണ്ടാവില്ല. അത്രയും ഇൻറ്റൻസായിട്ട് ഉള്ളൊരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സക്സസ് ആയിട്ട് തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത് ഈ വ്യക്തി ജെനുവിനായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണോ നിങ്ങൾ പ്രണയിക്കുന്നത്, അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടോ എന്ന് അറിയാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ പ്രണയം തീർച്ചയായിട്ടും ഒരു സക്സസ് ആയിട്ട് വരും എന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിൽ നിൽക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഇത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി തരാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. സോ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വിസ്ഡം ടാരോട്ടിൽ എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കാം. വിസ്ഡം ടാരോട്ട് ഫോർ ഒരു സമയത്ത് കിട്ടുന്ന വിസ്ഡം ടാരോട്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. മെഡിറ്റേറ്റ് ആൻഡ് ടേൺ ഇൻവേർഡ് ടു ഡിസ്കവർ യുവർ സോൾസ് ട്രൂ ഡിസയർ. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ ആക്ഷൻ. ഡെവലപ്പ് യുവർ ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ്സ് ആൻഡ് ട്രസ്റ്റ് ദ വിസ്ഡം യു റിസീവ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ റിസീവ് ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ അതായത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ട്രൂ ഡിസയർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കേണ്ടുന്ന ഒരു സമയമല്ല. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ചേസ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്, സോൾ പർപ്പസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരുപാട് തവണ അത് നിങ്ങളുടെ മുന്നിൽ സത്യങ്ങളായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങളിൽ കണ്ട കാര്യം നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇനിഷ്യേറ്റീവ്സ് എടുക്കാനൊന്നുമുള്ള ടൈം അല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ആൻഡ് personal power and assertiveness portrayed with kindness, compassion that brings about forgiveness, realizing that you are stronger than you knew. ഓക്കെ, നിങ്ങൾ അറിയുന്നതിനേക്കാളും അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കൊരു പേഴ്സണൽ പവർ ഉണ്ട്. ഓക്കെ, അത്രയും ഒരു കൈൻഡ്നെസ്സും ഉണ്ട്, മറ്റു വ്യക്തികളോടൊരു ദയ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊരു പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാംനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അറിയുന്നതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. കാർഡ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റീഡിംഗ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.